മാം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മുടെ UPSC ക്ലാസ്സിലൊന്നും ഡിസ്കസ് ചെയ്യാറില്ല. അപ്പോൾ ഇതെങ്ങനെയാ സോൾവ് ചെയ്യുന്നത്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ പ്രിലിംസ് ബൂട്ട് ക്യാമ്പിലെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിത് സോൾവ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് ചൂയിങ് ഗംസിനെ പറ്റിയിട്ടാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മെനി ചൂയിങ് ഗംസ് എന്നാണ് അല്ലെ. ഓൾ ചൂയിങ് ഗംസ് എന്നല്ല, മെനി ചൂയിങ് ഗംസ് ഫൗണ്ട് ഇൻ ദ മാർക്കറ്റ് ആർ കൺസിഡർഡ് എ സോഴ്സ് ഓഫ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറഞ്ഞിരിക്കുന്നത്? എഗെയിൻ മെനി എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മെനി ചൂയിങ് ഗംസ് കണ്ടെയ്ൻ പ്ലാസ്റ്റിക് അസ് ഗം ബേസ്. സോ ഇവിടെ നമുക്ക് നോക്കി, അതായത് മാർക്കറ്റിൽ കാണുന്ന ഒരുപാട് ചൂയിങ് ഗംസ്, എല്ലാം എന്നല്ല, ഒരുപാട് ചൂയിങ് ഗംസ് എൻവയോൺമെന്റൽ പൊല്യൂഷനിലേക്ക് നയിക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ചൂയിങ് ഗം എൻവയോൺമെന്റൽ പൊല്യൂഷനിലേക്ക് പോയാലും മതിയല്ലോ. സോ അത് നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഇത് പക്ഷെ ഓൾ എന്നായിരുന്നെങ്കിൽ എന്താണ് അത് ഇൻകറക്റ്റ് ആവുമായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ എന്താണ്? മെനി ചൂയിങ് ഗംസ് കണ്ടെയ്ൻ പ്ലാസ്റ്റിക് ആസ് ഗം ബേസ്. അത് ഒരുപാട് ചൂയിങ് ഗംസിൽ പ്ലാസ്റ്റിക് ഒരു ഗം ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതും കറക്റ്റ് ആണ്. അവിടെയും ഓൾ എന്നായിരുന്നെങ്കിൽ എന്തായിരുന്നു? അത് ഇൻകറക്റ്റ് ആവുമായിരുന്നു. സോ അഗൈൻ ഇതും ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ്. And statement 2 explains statement 1.